ഇനിയുള്ള മോഹൻലാലിന്റെ വരവ് ആരാധകർക്കും ഓരോ പ്രേക്ഷകർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം മോഹൻലാലിന്റെ ഈ അടുത്തുള്ള വരവുകളെല്ലാം ഒന്നിനൊന്ന് പ്രിയപ്പെട്ടതാകുന്നു എന്നതിന് തെളിവ് തന്നെയായിരുന്നു ഇതൊക്കെ. അപ്പോൾ സിനിമയിൽ വരുമ്പോൾ ഇതിന്റെ മാറ്റ് കൂടുകയുള്ളൂ. ആ ഒരു കാര്യമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒരു പരസ്യ ചിത്രത്തിലാകട്ടെ, ഒരു TV ഷോയിലാകട്ടെ, സിനിമയിലാകട്ടെ, ഒരു ഇവന്റിലാകട്ടെ, എല്ലാത്തിലും മോഹൻലാൽ ആരാധകർ എങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നോ ആ രീതിയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ മോഹൻലാൽ ഒരു അതിഥി വേഷത്തിൽ ഒരു ചിത്രത്തിൽ എത്തുകയാണ്. മലയാളത്തിൽ തന്നെ ദിലീപ് നായകനാകുന്ന പപ്പ എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. ഇതിൽ തന്നെ മോഹൻലാലിനെ ആരാധകർ എങ്ങനെ കാണണമോ അങ്ങനെ തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയുള്ള ചിത്രീകരണമാണ് മോഹൻലാലിനെ വെച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ ഇതുവരെ ഷൂട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ഗാനമാണ് മോഹൻലാലിനെ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ലാലേട്ടനും ദിലീപും ഒന്നിക്കുന്ന പപ്പയുടെ ഒരു ഗംഭീര നൃത്ത നമ്പർ പൂർത്തിയായിരിക്കുകയാണ് എന്ന് ട്രാക്കർമാർ റിപ്പോർട്ട് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്തെ ഒരു വലിയ സെറ്റിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഗോകുലം ഇതിനുവേണ്ടി തന്നെ കോടികൾ ചെലവഴിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. ഇത് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ ഗാന ചിത്രീകരണമായി മാറിയിട്ടുണ്ട്. നൂറുകണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഇതിൽ ഉൾപ്പെടും. തുടരുമെന്ന ചിത്രത്തിൽ പ്രമോ സോങ്ങായി മോഹൻലാലിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായി. അതിലും ഗംഭീര സാധനമാണ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത് എന്ന് പറയുന്നതിനൊപ്പം തന്നെ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ ഗാനമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ലാലേട്ടൻ ചില സൂപ്പർ നൃത്തച്ചൂടുകൾ കൊണ്ട് ഞെട്ടിപ്പിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളതും. ഇത് ആവേശം വർദ്ധിപ്പിക്കുന്നതാണ്. ഈ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം തമന്ന എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ തമന്ന എത്തിയിട്ടില്ല. തമന്നയെ പാട്ടിൽ ഉൾപ്പെടുത്തിയെന്ന വാർത്ത ഇപ്പോൾ ശരിയല്ല. അവരോ മറ്റേതെങ്കിലും നടിയോ പിന്നീട് ചേരുമോ എന്ന് കണ്ടറിയണം എന്നതുകൂടി പറയുന്നു. പക്ഷേ മോഹൻലാലിനൊപ്പം അടുത്തിടെ ബംഗാളി നടി മോക്ഷ വന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അതും ഒരു ഡാൻസ് നമ്പറാണ്. അത് പക്ഷേ ഫബബ അല്ല, മറ്റൊരു ഡാൻസ് നമ്പറിൽ മോഹൻലാലും മോക്ഷയും കൂടി എത്തിയിരിക്കുകയാണ്. കൂടാതെ ലാലേട്ടൻ കഥാപാത്രത്തിനായി പ്രത്യേകം പരിഷ്കരിച്ച ഒരു വാഹനം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഈ ചിത്രത്തിന് വേണ്ടി എന്നതുകൂടി ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. നേരത്തെ ഇത് റൂമറുകളായിരുന്നു. മോഹൻലാലിന്റെ ഒരു ഗംഭീര വരവുണ്ട് ഈ ചിത്രത്തിൽ, അത് ഒരു ഹമ്മറിൽ എന്ന രീതിയിൽ. ഹമ്മറിൽ മാസ് കാണിക്കാൻ പോകുന്ന മോഹൻലാലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ മോഹൻലാലിന് വേണ്ടി പ്രത്യേകിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കാറ് ഈ ചിത്രത്തിൽ വരുന്നുണ്ട്. അത് ഹമ്മറാണോ മറ്റേതെങ്കിലും വാഹനമാണോ എന്നത് അറിയേണ്ടതുണ്ട്. എന്തായാലും വരുന്ന റൂമറും ചിത്രീകരിച്ച സംഭവങ്ങളുമായി കണക്ഷൻ ഉണ്ട്. അത് തന്നെ വലിയ കാര്യം. ദിലീപും ഈ ചിത്രത്തിൽ ഒരു ജിപ്സി ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഗില്ലി എന്ന ചിത്രത്തിൽ വിജയ് ഉപയോഗിച്ച ജിപ്സി, അതേ സെയിം നമ്പറുള്ള ജിപ്സി, അതൊക്കെ വലിയ കൗതുകം സൃഷ്ടിച്ചതാണ്. അപ്പോൾ മോഹൻലാലിനുമുണ്ട് ഇതിലൊരു ഗംഭീര വാഹനം. അത് ഏതെങ്കിലും മോഹൻലാൽ റെഫറൻസുകൾ ആയിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതാണ് ഹമ്മയുടെ കാര്യം പറഞ്ഞത്. ഓക്കെ, എന്തായിരുന്നാലും അദ്ദേഹം ഈ വാഹനം ഈ സിനിമയിൽ ഉപയോഗിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അതിനൊപ്പമുള്ള മാസ് രംഗങ്ങളും പ്രതീക്ഷിക്കാം. എന്തായാലും മോഹൻലാലിനെ ഏറ്റവും ഗംഭീരമായി ഉപയോഗിക്കുന്ന ഒരു സിനിമയും പാട്ടും മാസ് രംഗങ്ങളും ഒക്കെ കൊണ്ട് നിറയുന്ന സംഭവമായി പപ്പ മാറുന്നുണ്ട്. ദിലീപിനൊപ്പമാണ് ലാലേട്ടന്റെ വരവും എന്നതും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്ത തന്നെ. എന്തായാലും മോഹൻലാലിന്റെ ഇനിയുള്ള വരവുകൾ അതിഗംഭീരം എന്ന് തന്നെ പറയാം. അതിഗംഭീരമായി തന്നെയാണ് ഓരോ മേക്കേഴ്സും മോഹൻലാലിനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അത് തന്നെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. ആരാധകർക്കും പ്രേക്ഷകർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മോഹൻലാലിനെ കൊണ്ടുവരുന്നു എന്നത്. മറ്റൊരു മോഹൻലാൽ എത്തിയത് ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ സിംഗർ സീസൺ 10 വേദിയിലാണ്. ഷോയുടെ മൺസൂൺ ഫെസ്റ്റിവലിലാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത്. ഈ എപ്പിസോഡ് മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയുടെ ജന്മദിനമായ ജൂലൈ 27 വൈകിട്ട് 7 മണി മുതൽ സംപ്രേഷണം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ എമ്പുരാൻ, തുടരും, വൈറൽ പരസ്യം എന്നിവയ്ക്ക് ശേഷം മോഹൻലാലിന്റെ സ്റ്റാർ സിംഗർ പ്രമോയും പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാലിന്റെ ലുക്ക് സോഷ്യൽ മീഡിയയിൽ തുടരെ ട്രെൻഡിങ്ങിലാണ് മോഹൻലാൽ ഇപ്പോൾ. ഈ സന്തോഷം ആരാധകരും പങ്കുവയ്ക്കുന്നുണ്ട്. നേരം 2 വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നെ ചീത്ത നേരം. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും. ലാലേട്ടൻ വീണ്ടും ട്രെൻഡിങ്ങിൽ എന്നാണ് ആരാധകർ ഇതിനൊക്കെ താഴെ കുറിക്കുന്നതും. അതേസമയം മോഹൻലാൽ ചീഫ് ഗസ്റ്റായി എത്തുന്ന സ്റ്റാർ സിംഗർ വേദിയിൽ പോപ്പ് ഐക്കൺ ഉഷാ ഉദിപ്പ്, സംവിധായകൻ സത്യനന്ദിക്കാട്, ഏഷ്യനെറ്റ് ബിസിനസ് ഹെഡ് കിഷൻ കുമാർ എന്നിവരും പങ്കുചേരുന്നുണ്ട്. ചിത്രയുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിത്രഗീതം എന്ന പേരിൽ സംഗീതാർച്ചനയും നടത്തുന്നുണ്ട്. മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് വന്നിക്കുന്ന ഹൃദയപൂർവ്വം സിനിമയുടെ രസകരമായ അനുഭവങ്ങളും ഓർമ്മകളും ഇവന്റിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ്. ഒപ്പം ഫഫബ എന്ന ചിത്രത്തെക്കുറിച്ച് മോഹൻലാൽ പറയുന്നുണ്ട്. ഇതിന്റെ പ്രമോയിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ പരിപാടിയിലാണ് ബംഗാളി നടി മോക്ഷയും എത്തിയിരിക്കുന്നത്. മോഹൻലാലിനൊപ്പമുള്ള നൃത്തച്ചുവടുകളും മോഹൻലാലിനൊപ്പമുള്ള ചിത്രങ്ങളും ഒക്കെ മോക്ഷ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു കഴിഞ്ഞു. ഒപ്പം മോഹൻലാലിന്റെ ഈ ഷോയിലെ ലുക്ക് അതിഭയങ്കരമായി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അങ്ങനെ മോഹൻലാൽ എന്ന നടനെ എങ്ങനെ കാണണമെന്ന് ആരാധകരും സിനിമാ പ്രേമികളും പ്രേക്ഷകരും ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെയാണ് ഓരോ പരിപാടിയിലും മോഹൻലാലിനെ മേക്കേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ വൈറലും.